പുൽക്കേരക്കറിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ കേരക്കറി ഉണ്ടാക്കാൻ പോകും. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൾ ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഗൈസ്, നമ്മൾ മീൻകറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളാണെങ്കിൽ നമ്മുടെ കേര നല്ല വൃത്തിയായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി വിനാഗിരിയൊക്കെ ആയിട്ട് നല്ലോണം കരി സുന്ദര കുട്ടപ്പനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നാണെങ്കിൽ കുറച്ച് കൊച്ചുള്ളി ഇവിടെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വറ്റൽമുളകൊന്ന് ഒടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഏറെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടായത് ഞാൻ വീഡിയോക്കകത്ത് കാണിക്കാം. അപ്പം നമുക്ക് നേരെ ഉണ്ടാക്കാൻ പോവാമേ. മീൻകറിക്ക് കടുക് വറക്കാനായിട്ട് ഞാൻ അടുപ്പത്തൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്കിനി ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാമേ. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. കടായി നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ഞാൻ ഈ മീൻകറിക്ക് ആവശ്യമായ കടുകെണ്ണ യൂസ് ചെയ്യുവാണ്. ഞാൻ ഈ മീൻകറി ഉണ്ടാക്കുന്നത് പോലും കടുകെണ്ണയിലാണ് കേട്ടോ. ഈ കടുകെണ്ണയിൽ ഉണ്ടാക്കിയൊന്നും വന്ന് ടേസ്റ്റിന് കുറവൊന്നും വരില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ എണ്ണ നല്ലോണം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് നമുക്ക് കരിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാമേ. നമ്മുടെ ഉള്ളി ഇവിടെ മൂത്തൊക്കെ വരുന്നുണ്ട്. പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ട സമയമായി. ഒന്നുകൂടെ മൂക്കട്ടെ, എന്നിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാമേ. ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇതിലേക്ക് നമുക്കിനി ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇതിലേക്ക് ഇനി നമുക്ക് 1 സ്പൂൺ ഫിഷ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ചേർത്തിട്ടുണ്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല ഒന്ന് മൂത്തോട്ടെ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാമേ. നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പുളി ഇട്ട് കൊടുക്കാതെ, ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് തോളംപുളിയാണ്. നമുക്ക് ഈ ഒരു ഗ്രേവി മീൻ ഇരിക്കുന്ന ആ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാമേ. നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കാമേ. നമുക്കിനി ഇതങ്ങ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി നല്ലോണം ഇവിടെ തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാവേ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ലോ ഫ്ലെയിമിൽ ഇരുന്ന് മീനിൻ്റെ ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് വറ്റട്ടെ. സിമ്മിൽ ഇരുന്നിട്ട് നല്ലോണം വറ്റിയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. എനിക്കിപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാമേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ടുട്ടു ഈ മീൻകറിയുടെ മണം അടിച്ചിട്ട് ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ട് നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. ഇത് ചപ്പാത്തിയും ചോറൊക്കെ കൂടി നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കഴിക്കുന്നത് ഇതിൻ്റെ ഡിന്നറാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, സീ യു, താങ്ക് യു.